സൗദി ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ പൊതുസ്വത്തുക്കൾ നശിപ്പിച്ചാൽ കടുത്ത പിഴ. മുനിസിപ്പൽ മന്ത്രാലയത്തിന്റെ പുതിയ നിയമപരിഷ്കാരത്തിലാണ് പിഴയും ശിക്ഷയും കടുപ്പിച്ചത്. റോഡുകൾക്ക് കേടുപാട് വരുത്തുകയോ തടസ്സമുണ്ടാക്കുകയോ ചെയ്താൽ 1,00,000 റിയാൽ വരെ പിഴ ചുമത്തും. റോഡ് അപകടങ്ങളിൽ റോഡുകൾക്കും അനുബന്ധ ഗതാഗത സംവിധാനങ്ങൾക്കുമുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നഷ്ടപരിഹാര തുക ഈടാക്കാനും പുതിയ നിയമം അനുമതി നൽകുന്നു. സൗദിയിൽ വിവിധ മേഖലകളിൽ വിദഗ്ധരായ വ്യക്തികൾക്ക് പൗരത്വം നൽകുന്നു. ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, ഗവേഷകർ, കണ്ടുപിടുത്തക്കാർ, സംരംഭകർ, അപൂർവ പ്രതിഭകൾ തുടങ്ങി വിശിഷ്ട വ്യക്തികൾക്കാണ് പൗരത്വം അനുവദിക്കാൻ സൗദി ഗവൺമെന്റ് നടപടി തുടങ്ങിയത്. വിവിധ മേഖലകളിൽ രാജ്യത്തിന് പ്രയോജനപ്പെടും വിധം നിയമം, മെഡിക്കൽ, ശാസ്ത്രം, സാംസ്കാരികം, കായികം, സാങ്കേതികം തുടങ്ങിയ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്ക് പൗരത്വം നൽകണമെന്ന സൽമാൻ രാജാവിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. 43 വർഷം ഒമാന്റെ പ്രധാന വിമാനത്താവളമായ പഴയ അന്താരാഷ്ട്ര വിമാനത്താവളം നവീകരിച്ച് വാണിജ്യ ഹബ്ബായി മാറ്റാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നു. 1973 നിർമ്മിച്ച പഴയ വിമാനത്താവളം 2018 വരെ ഒമാന്റെ പ്രധാന വിമാനത്താവളമായിരുന്നു. പഴയ വിമാനത്താവളത്തിലെ 50,000 ചതുരശ്ര മീറ്റർ സ്ഥലമാണ് വിവിധോദ്ദേശ വാണിജ്യ ഹബ്ബാക്കി മാറ്റുന്നത്. പദ്ധതി തലസ്ഥാന നഗരിയുടെ സാമ്പത്തിക വികസനത്തിനും വഴിയൊരുക്കും. പദ്ധതിയിൽ താൽപ്പര്യമുള്ളവർക്കും ഈ മാസം 9 വരെ അവരുടെ മുതൽ മുടക്കുവാനുള്ള സന്നദ്ധത അറിയിക്കാവുന്നതാണ്. ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് കമ്പനിക്കായിരിക്കും പദ്ധതിയുടെ മേൽനോട്ടം. വിമാനത്താവളത്തെ 5 ഭാഗങ്ങളായി തിരിച്ചാണ് പദ്ധതികൾക്കായി ലേലത്തിന് വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് 24,000 ചതുരശ്ര മീറ്റർ വരുന്ന വാണിജ്യ മേഖലയാണ്. ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ളവയാണ് ഇവിടെ പദ്ധതിയിടുന്നത്. 14,000 ചതുരശ്ര മീറ്റർ വരുന്ന രണ്ടാം ഭാഗം ബിസിനസ് ഹബ്ബാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് ഏവിയേഷൻ മ്യൂസിയവും നിർമ്മിക്കും. ഒമാൻ അസംസ്കൃത എണ്ണവില ഉയർന്ന് ബാരലിന് $87.49 വെള്ളിയാഴ്ച 83 സെന്റാണ് കൂടിയത്. വ്യാഴാഴ്ച എണ്ണവില $86.66 ആയിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒമാൻ എണ്ണവില മുകളിലോട്ടാണ്. ബാരലിന് $90 വിദഗ്ധർ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതും ഒപെക് അംഗരാജ്യങ്ങൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാത്തതുമാണ് എണ്ണവില ഉയരാൻ പ്രധാന കാരണം. ഒമാൻ എണ്ണവില ബാരലിന് $100 വരെ ഒപെക് അംഗരാജ്യങ്ങൾ വെട്ടിക്കുറച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ആഗോള മാർക്കറ്റിൽ എണ്ണയുടെ ഡിമാൻഡ് ഈ ആഴ്ച വർദ്ധിച്ചു. കഴിഞ്ഞ 4 ആഴ്ചയായി എണ്ണയുടെ ഡിമാൻഡ് ഉയർന്നു വരികയാണ്. ഒപെക് അംഗരാജ്യങ്ങളും റഷ്യയും എണ്ണ കയറ്റുമതി കുറച്ചതാണ് ഇതിന് കാരണം. ഇതോടെ മാർക്കറ്റിൽ ആവശ്യത്തിനൊത്ത രീതിയിൽ എണ്ണ ലഭ്യമല്ല. ഇതാണ് എണ്ണവില വർദ്ധിക്കാൻ പ്രധാന കാരണം. കൂടാതെ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതും മധ്യ പൗരസ്ത്യ ദേശത്ത് നടക്കുന്ന സംഘർഷങ്ങളും എണ്ണവില വർദ്ധിക്കാൻ പ്രധാന കാരണമാണ്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത കെയർ സ്റ്റാർമറിനെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധം കൂടുതൽ വികസിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും ബ്രിട്ടീഷ് ജനതയ്ക്ക് കൂടുതൽ പുരോഗതിയും ഐശ്വര്യവും കൈവരിക്കാനുമുള്ള ആശംസകൾ നേരുകയാണെന്ന് സുൽത്താൻ കേബിൾ സന്ദേശത്തിൽ അറിയിച്ചു. 650 സീറ്റുകളിൽ 370 സീറ്റുകളിൽ വിജയിച്ചാണ് കെയർ സ്റ്റാർമറിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലെത്തിയത്. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവെന്ന ഭക്ഷ്യ ഉൽപ്പന്ന വിൽപ്പനശാലകൾക്കെതിരെ അധികൃതരുടെ നടപടി. കഴിഞ്ഞ ആഴ്ചയിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിയമലംഘനങ്ങളും കണ്ടെത്തി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ചില കേസുകളിൽ പിഴ ചുമത്തി. എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകൾ അടച്ചുപൂട്ടി. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ദാഖിലിയ ഗവർണറേറ്റിൽ ഫാക്ടറിക്ക് തീപിടുത്തം. സമഇൽ വിലായത്തിലായിരുന്നു തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. മണിക്കൂറുകൾ സമയമെടുത്ത് മസ്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും സിവിൽ ഡിഫൻസ്, അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.
അതേസമയം നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വലിയ നാശനഷ്ടവും കണക്കാക്കുന്നു. കുറഞ്ഞ സമയത്തിനകമാണ് തീ പടർന്നത്. തീപിടുത്തത്തെ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് പുകപടലങ്ങൾ നിറഞ്ഞു. അപകട സാധ്യതയുള്ള വസ്തുക്കളിലേക്ക് തീ പടർന്നതാണ് ഇതിന് കാരണം. എന്നാൽ സിവിൽ ഡിഫൻസിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ തീ കൂടുതൽ ഭാഗത്തിലേക്ക് പടരുന്നതും വൻ അപകടവും ഒഴിവാക്കി. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ ആവശ്യപ്പെട്ടു. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഇബ്ര വിലായത്തിൽ റോയൽ ഒമാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 27 പേരെയാണ് പിടികൂടിയത്. ഇബ്ര സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ചായിരുന്നു പരിശോധന. പിടിയിലായവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച നിരവധി പ്രവാസികളെ പിടികൂടിയിരുന്നു. ഏഷ്യൻ രാജ്യക്കാരുൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. ഒരു മാസത്തിനിടെ 700-ൽ പരം ആളുകളെ നാടുകടത്തുകയും ചെയ്തു. പരിശോധന ശക്തമാക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത്. അൽ അഷ്കറ ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന് തുടക്കമായി. ജൂലൈ 10 മുതൽ 31 വരെ നടക്കുന്ന പരിപാടിയിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വേറിട്ട വിനോദങ്ങളാണ്. അജ്വ അൽ അഷ്കറ ഫോറം എന്ന് പേരിട്ടിരിക്കുന്ന ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കങ്ങൾ വടക്കൻ ഷർക്കിയ ഗവർണർ ഡോക്ടർ യഹ്യ ബിൻ ബദർ അൽ മൗവലിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. ആഘോഷപൂർവ്വം ഫെസ്റ്റിവലിനെ വരവേൽക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചതായും യോഗം വിലയിരുത്തി. വേറിട്ട രൂപത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ അരങ്ങേറുക. മസ്കറ്റ് കണ്ണൂർ റൂട്ടിൽ വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കി. ഇന്ന് രാവിലെ 4:45 കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് 8:45 മസ്കറ്റിലെത്തേണ്ട IX 0713 വിമാനവും മസ്കറ്റിൽ നിന്നും രാവിലെ 9:45 പുറപ്പെട്ട് ഉച്ചകഴിഞ്ഞ് 2:40 കണ്ണൂരിലെത്തേണ്ട IX 0714 വിമാനവുമാണ് റദ്ദാക്കിയിരിക്കുന്നത്. സർവീസ് റദ്ദാക്കുന്നതായി അറിയിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് സന്ദേശം അയച്ചു. ഒരാഴ്ചക്കിടെ 10-ലധികം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. ചൂടും ഈർപ്പവും ഉയരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം പരിഗണന നൽകിയില്ലെങ്കിൽ ഭാവിയിലും പ്രയാസമുണ്ടാക്കും. അവധിക്കാലമായതിനാൽ വീടുകളിൽ തന്നെ കഴിച്ചുകൂട്ടുന്ന കുട്ടികൾ ഏറെയാണ്. പുറത്ത് യാത്ര ചെയ്യുന്ന കുടുംബങ്ങളുമുണ്ട്. ഇവർക്കെല്ലാം ചൂടുകാലത്ത് ആവശ്യമായ പരിചരണം ഉറപ്പുവരുത്തണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. നിർജ്ജലീകരണം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഭാഗമാണ് കുട്ടികൾ. ചൂട് അധികമായതിനാൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയം കുട്ടികളെ വെയിലത്ത് കളിക്കുന്നതിൽ നിന്നും തടയണം. അതിലുപരിയായി പല ഇൻഡോർ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് നൽകാവുന്നതാണ്. എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ജലാംശം ശരീരം പുറന്തള്ളുന്നത് കുട്ടികളിൽ പെട്ടെന്ന് നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു.